Hi guys, welcome to We Learn Study platform. Best News, a leg up for native martial arts. ഈ ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യയിലെ 4 ഇൻഡിജീനിയസ് മാർഷ്യൽ ആർട്സിനെ പറ്റിയാണ് റെഫർ ചെയ്യുന്നത്. സ്പോർട്സ് മിനിസ്റ്ററി ഈ 4 ഇൻഡിജീനിയസ് മാർഷ്യൽ ആർട്സിനെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കളരിപ്പയറ്റ് കേരള, മലകം മധ്യപ്രദേശ്, ഗഡ്ക പഞ്ചാബ്, തങ്ത മണിപ്പൂർ. സോ ഈ ഓരോ മാർഷ്യൽ ആർട്സും ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് പഠിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റ് കേരള, മലകം മധ്യപ്രദേശ്, ഗഡ്ക പഞ്ചാബ്, തങ്ത മണിപ്പൂർ. അതുപോലെ ഈ ഇതിൽ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. മെയ്താരി, കോതാരി, പൂത്താര. അപ്പം ക്വസ്റ്റ്യന് ചിലപ്പോൾ ഈ ടേം ഏത് മാർഷ്യൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ മെയ്താരി എന്ന് പറയുമ്പം ബോഡി ഫ്ലെക്സിബിൾ ആക്കുന്നത്, ലെഗും ഹാൻഡും ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റ്സിനെയാണ് മെയ്താരി എന്ന് പറയുന്നത്. കോതാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ ഷീൽഡും സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് കോതാരി എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് വേറെ ആർട്ട് ഫോംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. തിരക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്ക് ഡാൻസ് ആണ്, ഫോക്ക് ഡ്രാമയാണ് തമിഴ്നാട്ടിലെ. അതുപോലെ തന്നെ ഗോട്ടിപ്പൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയിലെ ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ്. പിന്നെ സാത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിലെ ഒരു ക്ലാസിക്കൽ ഫോം ഓഫ് ഡാൻസ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, കേരള അസംബ്ലി റിജക്ട്സ് മോഷൻ ടു റിമൂവ് സ്പീക്കർ. സോ കോണ്ടെക്സ്റ്റ് എന്താണ്? റിമൂവൽ ഓഫ് സ്പീക്കർ ആണ്. അപ്പം നമുക്കറിയാം ആ ലൈഫ് ഓഫ് ദി അസംബ്ലി അത്രയും കാലയളവിൽ ആ ഓഫീസിൽ സ്പീക്കർ റിമെയിൻ ചെയ്യും. അതായത് 5 വർഷമാണ് ഒരു സ്പീക്കറിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് സ്പീക്കർ എങ്ങനെയൊക്കെയാണ് വെക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 രീതിയിലാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ലെറ്റർ കൊടുക്കുക. ആർക്കാണ് റിസൈൻ ലെറ്റർ കൊടുക്കേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കറിന്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസംബ്ലിയുടെ മെമ്പർ അല്ലാതാവുക, അതായത് ഡിസ്ക്വാളിഫൈഡ് ആവുക. അപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 7(8) മെൻഷൻ ചെയ്തിട്ടുണ്ട്. തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഒരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്പീക്കർ റിമൂവ് ആവും. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് മെജോറിറ്റി എന്താണ്? മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ് ഓഫ് ദി അസംബ്ലി. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാർലമെൻറ്റിൽ ഒരു ടോട്ടൽ സ്ട്രെങ്ത് ഒന്നുണ്ട് വെക്കുക. ഈ സ്ട്രെങ്തിൽ നിന്ന് വേക്കൻസി നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ വെക്കേറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ എല്ലാം മൈനസ് ചെയ്തു. പിന്നെ വരുന്നൊരു ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറിൽ ആ മെമ്പേഴ്സിൻ്റെ 50% കൂടുതൽ പേര് സ്പീക്കർക്കെതിരെ വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്പീക്കർ റിമൂവ് ആവും. ഇതിനെപ്പറ്റി ആർട്ടിക്കിൾ 94, 96 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, സുപ്രീം കോർട്ട് ഗ്രാൻസ് ബെയിൽ ടു കാനഡ ആക്ട്. സോ ഇതിൽ ഈ ഒരു ആർട്ടിക്കിളിൽ ഒരു ആക്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. സോ ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ കൺവെൻഷനിലാണ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കൺവെൻഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് 1961. ഈ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കൺവെൻഷനാണ്. ഇത് ഡ്രഗ് അബ്യൂസിനെ കോമ്പാക്ട് ചെയ്യാനാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലുള്ള എല്ലാ ഡ്രഗിൻ്റെ ട്രേഡ്, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഇതെല്ലാം ലിമിറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എന്താണ് ഈ ഡ്രഗിൻ്റെ കടത്തൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻ്റർനാഷണലി രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റീസ് സൈൻ ചെയ്യുന്നത് ഈ സിംഗിൾ കൺവെൻഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് 1961 പ്രകാരമാണ്. ഇതിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൺവെൻഷൻ ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് 1971. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് പറഞ്ഞ സിംഗിൾ കൺവെൻഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സിൽ കുറച്ച്, അതായത് കൊക്ക, ഒപ്പിയം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഹയർ ലെവലിലുള്ള സബ്സ്റ്റൻസിനെ ഡീൽ ചെയ്യുന്നത് ഈ കൺവെൻഷൻസ് ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ എഗെയിൻസ്റ്റ് ഇലിസിറ്റ് ട്രാഫിക് ഇൻ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് 1988. ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ഉണ്ട്. അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ കൺവെൻഷനിലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ആർ കോർട്സ് എൻക്രോച്ചിങ് ഓൺ ദ പവേഴ്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ്.
സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ കമ്പോസ് ചെയ്യുമ്പോൾ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ടേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ച്വലി അത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ പേര് വരുവാണെങ്കിൽ ആ ഗോൾഡൻ ട്രയാങ്കിൾ ഏതൊക്കെ ആർട്ടിക്കിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഡെമോക്രസിയുടെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ നമ്മൾ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. കാരണം എല്ലാ ഇൻഡിവിജ്വൽസിനും ഫുൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസാണ് ആർട്ടിക്കിൾ 14, 19, 21. ആർട്ടിക്കിൾ 21 റിലേറ്റ് ചെയ്തിട്ടൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട്, മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ ഒരു ബ്യൂട്ടിഫുൾ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട് സുപ്രീം കോർട്ട്. അതായത് നമ്മളിപ്പം ആർട്ടിക്കിൾ 21 പറ്റി പറയുമ്പം അതെന്താണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് അല്ലേ. അപ്പോൾ ഇതിനെ പറ്റി പറയുമ്പം നമ്മളത് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ 21 ഇൻ്റർപ്രിട്ടേഷനിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, എലോങ് വിത്ത് ആർട്ടിക്കിൾ 14 and 19. അതായത് ആർട്ടിക്കിൾ 21 വയലേഷൻ ഉണ്ടായാൽ, അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലിബർട്ടിക്ക് വയലേഷൻ ഉണ്ടായാൽ അത് ആർട്ടിക്കിൾ 21 മാത്രം വയലേഷൻ അല്ല, ആർട്ടിക്കിൾ 14 19 വയലേഷൻ ആണെന്ന് സുപ്രീം കോർട്ട് ഈ മേനകാ ഗാന്ധി കേസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14, 19, 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, യൂണിയൻ മിനിസ്റ്റർ ഫോർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ റിവ്യൂ ദി പ്രോഗ്രസ് ഓഫ് RFCL പ്രോജക്റ്റ്. RFCL പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിയയുടെ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് RFCL പ്രോജക്റ്റ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിനും പ്രോസസ്സിനും വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന മേജർ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഏതാണെന്ന് നമ്മൾ പഠിക്കണം. അപ്പം മേജർ ന്യൂട്രിയൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. അപ്പം മൈക്രോ ന്യൂട്രിയൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറോൺ, സിങ്ക്, അയൺ, കോപ്പർ, ക്ലോറിൻ. സോ മേജർ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഓപ്ഷൻസിൽ കൺഫ്യൂസ്ഡ് ആവലും. മേജർ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം. മൈക്രോ ന്യൂട്രിയൻസ് ബോറോൺ, സിങ്ക്, അയൺ, കോപ്പർ, ക്ലോറിൻ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, കേരള ഹൈക്കോർട്ട് അലൗസ് 7 minors ടു ടെർമിനേറ്റ് ദെയർ പ്രഗ്നൻസി. സോ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. സോ ഇതിനു വേണ്ടി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ തന്നെയുണ്ട്. ആ ആക്ടിൻ്റെ പേരാണ് MTP ആക്ട്. MTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. സോ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രഗ്നൻറ്റ് വുമൺ അവർക്ക് എന്തെങ്കിലും ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ് ഒരു ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം അണ്ടർ MTP ആക്ട്. പക്ഷേ അത് എങ്ങനെയായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെയും മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെയും അസൻറ്റോടുകൂടി മാത്രമേ നമുക്ക് MTP ആക്ട് പ്രകാരം പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനൊരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 20 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പ്രൊസീഡ് ചെയ്യണം. 20 ആഴ്ച കഴിയുകയാണെങ്കിൽ പിന്നെ അത് ജുഡീഷ്യറി ത്രൂവേ പോകത്തുള്ളൂ. അതായത് ജുഡീഷ്യറിയുടെ പെർമിഷനോട് കൂടി മാത്രമേ പിന്നീട് ടെർമിനേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അബോഷൻ എപ്പോഴായിരിക്കും ലീഗലാവുന്നത്? 20 ആഴ്ചയ്ക്കുള്ളിലായിരിക്കണം ഈ അബോഷൻ നടക്കേണ്ടത് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ. ആ സിറ്റുവേഷനും സ്പെസിഫിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ 20 ആഴ്ചയ്ക്കുള്ളിൽ അബോർട്ട് ചെയ്യുക. അല്ല, 20 ആഴ്ച കഴിയുകയാണെങ്കിൽ അത് ജുഡീഷ്യറിയിൽ പോകും. അതായത് ജുഡീഷ്യറി ഓഫ് ഇന്ത്യയുടെ പെർമിഷനോട് കൂടി മാത്രമേ ഈ ഒരു ടെർമിനേഷൻ നടക്കുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ചൈന ഡിഫെൻസ് ന്യൂ വില്ലേജ് ഇൻ അരുണാചൽ പ്രദേശ്. സോ കോണ്ടെക്സ്റ്റ് എന്താണ്? നമുക്കറിയാം അരുണാചൽ പ്രദേശിലെ ബോർഡർ റീജിയനിൽ പുതിയ വില്ലേജസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് ടൈം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതിനെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. പക്ഷേ 1959 തൊട്ട് ചൈനീസ് മിലിറ്ററി ഇത് കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷേ മിനിസ്ട്രിയുടെ ഈ ഒരു കമൻറ്റിനെ
ചൈന റിജക്റ്റ് ചെയ്തു. അതായത് ചൈന പറയുന്നത് ഈ ടെറിട്ടറി ചൈനയുടെ ഭാഗമാണെന്നാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതുവരെ അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് ചൈന അംഗീകരിച്ചിട്ടില്ല. ചൈന പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ടിബറ്റാണ്. നമുക്കറിയാം 1914 ഷിംല കൺവെൻഷൻ സൈൻ ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റൻ കിങ്ഡം കൂടി ചേർന്നിട്ടാണ് മക്മോഹൻ ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അത് പ്രകാരമാണ് ടെറിട്ടറിയുമായിട്ടുള്ള എല്ലാ ക്ലെയിമുകളും നമ്മൾ സോൾവ് ചെയ്തത്. പക്ഷേ പീപ്പിൾ ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1949 അപ്പോൾ ഈ ഒരു പീപ്പിൾ ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈന പറയുന്നത് ഞങ്ങൾ ഷിംല കൺവെൻഷൻ 1914 ഷിംല കൺവെൻഷൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ വീണ്ടും ബോർഡറുമായി ബന്ധപ്പെട്ടിട്ട് റീനെഗോസിയേഷൻ നടത്തണമെന്നാണ് ചൈന പറയുന്നത്. 1950 ചൈന എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ മൊത്ത ഭാഗവും ക്ലെയിം ചെയ്യാൻ തുടങ്ങി. അത് സൗത്ത് ടിബറ്റ് ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ചൈന വില്ലേജ് കൺസ്ട്രക്റ്റ് ചെയ്യുവാണല്ലേ. അപ്പോൾ ഇതൊരു ചൈനീസ് സ്ട്രാറ്റജി തന്നെയാണ്. ആ ഡിസ്പ്യൂട്ടഡ് റീജിയനിൽ പുതിയ വില്ലേജസ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? അവരുടെ ക്ലെയിമിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വില്ലേജ് കൺസ്ട്രക്ട് ചെയ്യുന്ന റീജിയനിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജനങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ന്യൂ വില്ലേജിലേക്ക് വന്ന് സെറ്റിലാവാൻ പറയുകയാണ്. ഇത് ചൈനയുടെ സ്ട്രാറ്റജി ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന വേറൊരു സിമിലർ സ്ട്രാറ്റജി നമുക്ക് ഭൂട്ടാനിൽ കാണാൻ പറ്റും. ഭൂട്ടാനിൽ ചൈനയുമായിട്ട് ഡിസ്പ്യൂട്ടുള്ളൊരു റീജിയനാണ് പാങ്ട. ഈ പാങ്ട റീജിയനിൽ ചൈന ഇതേപോലെ ഒരു വില്ലേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഭൂട്ടാനും ചൈനയായിട്ട് ബോർഡർ ഇഷ്യൂസുള്ള മെയിൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ലാം സൈറ്റാണ്. ഈ സൈറ്റിലുള്ള പാങ്ട ലൊക്കേഷനിൽ ഇതേ സിമിലർ സ്ട്രാറ്റജിയിൽ ചൈന വില്ലേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ചൈനീസ് സ്ട്രാറ്റജിക്ക് എതിരായിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ആവശ്യം. സോ നമ്മൾ ആ ഒരു റീജിയനിലെ കോമൺ പീപ്പിളുമായിട്ടുള്ള ബെറ്റർ കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഇഷ്യൂസ് ഉടനെ തന്നെ സോൾവ് ആക്കണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ ടു ക്ലിയർ വാക്സിൻ എക്സ്പോർട്ട് ടു ബ്രസീൽ ടുഡേ. സോ നമുക്കറിയാം ഫ്രീ വാക്സിൻ സപ്ലൈക്ക് വേണ്ടി ഇന്ത്യ ലോഞ്ച് ചെയ്ത മിഷനാണ് വാക്സിൻ മൈത്രി എന്ന് പറയുന്നത്. മെയിനായിട്ട് COVID-19 കൺട്രീസ് ആയിട്ടുള്ള സൗത്ത് ഏഷ്യ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണ് ഫ്രീ വാക്സിൻ സപ്ലൈ നടത്തുന്നത്. അതുപോലെ ഓൾറെഡി നമ്മൾ ഫ്രണ്ട്ലി കൺട്രീസ് ആയിട്ടുള്ള ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മാൽദീവ്സ് ഇവിടേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫേസിൽ സെയ്ച്ചൽ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാനും മറ്റ് ചില കൺട്രീസുമാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇപ്പം ഈ ഒരു വാക്സിൻ മൈത്രിയുടെ മിഷൻ്റെ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ബ്രസീലിലേക്കും നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്യുമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, GDP വിത്തിൻ സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസ് ഓഫ് ഗ്രോത്ത്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയിലെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ GDP ഇപ്പം V-ഷേപ്ഡ് റിക്കവറി സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. V-ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഡിക്രീസിങ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡമിക്കും ലോക്ക്ഡൗണും കൊണ്ട് GDP ലോ ആയിരുന്നു. ഇപ്പം വാക്സിനേഷൻ ക്യാമ്പയിന് ശേഷം ഇപ്പോൾ ഒരു റിക്കവറി പീരീഡ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡിസിഷൻ ഓൺ രാജീവ് കേസ് കൺവിക്ട് സൂൺ, സുപ്രീം കോർട്ട് ടോൾഡ്. സോ ഈ ഒരു ആർട്ടിക്കിൾ റെഫർ ചെയ്യുന്നത് രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസിനെ പറ്റിയാണ്. സോ നമുക്കറിയാം ഗവർണർ ഓഫ് തമിഴ്നാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി റെമിറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 161 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ആർട്ടിക്കിൾ 161 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടൊരു വിധി അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ആ വിധിയെ ഗവർണറിന് പാർഡൺ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, റെമിറ്റ് ചെയ്യാം, കമ്മ്യൂട്ട് ചെയ്യാം. ഈ അധികാരം കൊടുത്തേക്കുന്നതാണ് ആർട്ടിക്കിൾ 161. സോ Article 161 says that the governor of a state shall have the power to grant pardons, respite or remission of punishment, or to suspend, remit or commute the sentence of any person convicted of any offence against any law relating to a matter to which the executive power of the state extends. സോ ഈ ആർട്ടിക്കിൾ 161 ഗവർണറിൻ്റെ ഡിസ്ക്രിപ്റ്ററി പവറാണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഡൻ, അതായത് മാപ്പ് കൊടുക്കുക. അതായത് ഗവർണറിന് ഏതൊക്കെ രീതിയിൽ മാപ്പ് കൊടുക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിക്ഷ മുഴുവനായിട്ടും
അദ്ദേഹത്തിന് ഒഴിവാക്കാം, ശിക്ഷാ നിരക്കും ഒഴിവാക്കാൻ പറ്റും. പണിഷ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വിധി തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം പാർഡനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡെത്ത് സെൻറ്റൻസും അതുപോലെ തന്നെ കോർട്ട് മാർഷ്യൽ, അതായത് സൈനിക വിധികൾ, അതിലൊന്നും ഗവർണറിന് പാർഡൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗവർണറിന് ഡെത്ത് സെൻറ്റൻസിലും അതുപോലെ തന്നെ കോർട്ട് മാർഷ്യൽ പണിഷ്മെൻറ്റിലും പാർഡൻ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പൈറ്റ് എന്ന് പറയും. റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വലിയ പണിഷ്മെൻറ്റ് ചെറുതാക്കി കൊടുക്കുക, അപ്പോൾ ആ ഒരു ശിക്ഷ കുറച്ചും കൂടി ചുരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രത്യേകം റീസൺ ഉണ്ടാവും. ഒന്നെങ്കിൽ ആ വിമൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവരുടെ ആ ഒരു മേഴ്സി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ശിക്ഷ കുറച്ച് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റിയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഗവർണറിന് റെസ്പൈറ്റ് ചെയ്യാൻ അധികാരമുണ്ട്. അതായത് സെൻറ്റൻസ് എന്ത് ചെയ്യുക, ലെസറാക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്രീവ് എന്ന് പറയും. അതായത് സ്റ്റേ ചെയ്യാനുള്ള അധികാരം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ശിക്ഷയുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റേ ചെയ്ത് നിർത്താനുള്ള, ഇപ്പം ഒരു ഡെത്ത് സെൻറ്റൻസ് നടക്കുകയെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേ ചെയ്തിട്ട് ഒരു ടെമ്പററി പീരീഡ് വരെ അതൊന്ന് സ്റ്റേ ചെയ്ത് നിർത്താനുള്ള അധികാരമാണ് റിപ്രൈവിൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെമിറ്റ് എന്ന് പറയും. അതായത് ഒരു ശിക്ഷ അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ പീരീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു വ്യക്തിക്ക് കഠിനമായിട്ടുള്ള തടവ് 2 വർഷമാണ് വിധിച്ചേക്കുന്നതെങ്കിൽ ആ കഠിനം എന്നുള്ള ആ ഒരു ക്യാരക്ടർ മാറ്റില്ല, പക്ഷേ ആ ഒരു 2 ഇയർ എന്നുള്ളത് 1 ഇയറിലേക്ക് റെഡ്യൂസ് ചെയ്യും. സോ ആ ഒരു ശിക്ഷാവിധിയുടെ ക്യാരക്ടർ മാറുന്നില്ല, പക്ഷേ അതിൻ്റെ പീരീഡ് ഓഫ് സെൻറ്റൻസ് കുറയ്ക്കുക, അതിനെ റെമിറ്റ് എന്ന് പറയും. ലാസ്റ്റ് വൺ കമ്മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനെതിരായ ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശിക്ഷ മാറ്റാനുള്ള അധികാരം കമ്മ്യൂട്ടിൽ വഴി ഗവർണറിന് കൊടുക്കാൻ പറ്റും. അതിപ്പം വധശിക്ഷയാണെങ്കിലും ആ ഒരു ശിക്ഷ മാറ്റാനുള്ള അധികാരം കമ്മ്യൂട്ട് വഴി ഗവർണറിന് ചെയ്യാൻ പറ്റും. സോ ആർട്ടിക്കിൾ 161 ഗവർണറിന് പാർഡൻ, റെസ്പൈറ്റ്, റിപ്രൈവ്, റെമിറ്റ്, കമ്മ്യൂട്ട് ഇത്തരം അധികാരങ്ങളാണ് കൊടുത്തത്. ഇനി ഇതേ അധികാരം തന്നെ പ്രസിഡൻറ്റിന് കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് ആർട്ടിക്കിൾ 72 വരുന്നത്. ഈ ആർട്ടിക്കിൾ 72 161 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പാർഡനിൽ ഗവർണറിന് ഡെത്ത് സെൻറ്റൻസും അതുപോലെ തന്നെ സൈനികപരമായിട്ടുള്ള കോർട്ട് മാർഷ്യൽ വഴിയുള്ള പണിഷ്മെൻറ്റിലും പാർഡൻ ചെയ്യാനുള്ള അധികാരമില്ല. എന്നാൽ പ്രസിഡൻറ്റിന് ഇത് രണ്ടും ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 72 കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള ഏക ഡിഫറൻസ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പ്രൈവസി ആൻഡ് സർവൈലൻസ്. ഈ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ഷൻ, ഡേറ്റ ലോക്കലൈസേഷൻ, ഡേറ്റ പ്രൈവസി. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്, വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് കോൺട്രവേഴ്സിയൽ പോളിസി ആയിട്ടുള്ള വാട്സപ്പ് പ്രൈവസി പോളിസിയെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ റെഫർ ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂസർ ഡേറ്റയെ പേരൻ്റ് ഓർഗനൈസേഷനായിട്ടുള്ള ഫേസ്ബുക്ക് ഇങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എസ്പെഷ്യലി ഇന്ത്യൻ യൂസേഴ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ സബ്സ്ക്രൈബർ ബേസ് എന്ന് പറയുന്നത് 4.59 മില്യൺ യൂസേഴ്സാണ്. സോ ഈ കൊമേഴ്ഷ്യൽ ഗെയിനിന് വേണ്ടി ഇത്രയും യൂസേഴ്സിൻ്റെ ഡേറ്റ പ്രൈവസിയാണ് കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്, ഇന്ത്യൻ യൂസേഴ്സ് ഒട്ടുമിക്ക പേരും എന്താണ് വാട്സപ്പ് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള സിഗ്നൽ, ടെലിഗ്രാം ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇങ്ക് എന്ന് പറയുന്നത് അത് 3 സോഷ്യൽ മീഡിയ ജയൻസ് ഓൺ ചെയ്യുന്നൊരു പേരൻ്റ് ഓർഗനൈസേഷനാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, 2 വാട്സപ്പ്, 3ാമത്തത് ഇൻസ്റ്റഗ്രാം. ഇത് 3ഉം ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ജയൻസ് ആണ്. സോ ഇത്രയും സബ്സ്ക്രൈബർ ബേസ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് ഈ ഒരു മാസീവ് ക്വാണ്ടിറ്റി ഓഫ് യൂസർ ഡേറ്റ ഇവരുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സ്മാർട്ട് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ആഡ്സ് ടാർഗറ്റഡ് യൂസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഓൾറെഡി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അത് വാട്സപ്പിലും കൂടി കൊണ്ടുവരാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. സോ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ഇവർക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂസറിനെ ഒരു പേയ്മെൻറ്റ് മെക്കാനിസത്തിലേക്ക് പുഷ് ചെയ്യാൻ ഇവർക്ക് പറ്റും. സോ നമുക്കറിയാം കറൻ്റ്ലി നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് 4th സ്റ്റേജ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നിൽക്കുവാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, 5G കമ്മ്യൂണിക്കേഷൻ. സോ ഈ ഒരു എമേർജിങ് ടെക്നോളജീസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡേറ്റയാണ്. സോ
ഡേറ്റ ആരിൽ നിന്നേ കിട്ടത്തുള്ളൂ? യൂസേഴ്സിൽ നിന്നേ കിട്ടത്തുള്ളൂ. അതുമാണ് ഈ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ, ഡേറ്റ ലോക്കലൈസേഷൻ, ഡേറ്റ പ്രൈവസി ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. സോ ഈ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണെങ്കിലും ഡേറ്റ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സെൻസിറ്റീവ് ഡേറ്റ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. ഇത് നമ്മുടെ പ്രൈവസിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ന്യൂ പോളിസിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ടുള്ളത് ഇവർ യൂറോപ്യൻ റീജിയനെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ യൂറോപ്യൻ യൂണിയനിൽ പ്രത്യേകത എന്താണ്? നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ലോ ഉണ്ട്. ഈ ലോയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും റെഗുലേഷൻസും പ്രൈവറ്റ് കോർപ്പറേഷന് മുകളിൽ അവർ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതായത് ഡേറ്റ കളക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും. സോ എന്താണ് ഈ ഒരു സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു റീജിയണലി ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അത് ഡേറ്റ പ്രൈവസിയിൽ യൂറോപ്പിനെ ഒഴിവാക്കി ബാക്കി കുറച്ച് രാജ്യങ്ങളെ അവർ ഉൾപ്പെടുത്തി. സോ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റാസിനെ എന്ത് ചെയ്യുക? 3 സോഷ്യൽ മീഡിയ ജയൻസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താണെന്നൊരു ഡേറ്റ മോണോപോളിയാണ്. ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഇല്ല. അത് ഇപ്പോഴത്തെ ഒരു മെയിൻ നമ്മൾ കാണുന്നത് എന്താ? വാട്സപ്പിൽ നിന്ന് എല്ലാവരും ടെലിഗ്രാമിലോട്ടും സിഗ്നലിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും ഗവൺമെൻറ്റിനൊരു ചേഞ്ച് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂസറിൻ്റെ ബിഹേവിയർ ചേഞ്ച് കണ്ടിട്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഫേസ്ബുക്കിലൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ പല റെക്കമെൻഡേഷനും എന്നുവെച്ചാൽ ഈ കമ്മിറ്റി രൂപീകരിച്ചത് 2017 അതിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഗവൺമെൻറ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് 2019 പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ബില്ല് ഇപ്പോഴും എന്താണ് അവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുവാണ്. കാരണം ഒപ്പോസിഷൻ പാർട്ടി സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്തു. സോ ഇപ്പോൾ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഒരു പാർലമെൻറ്റ് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്ത് കിടക്കുവാണ്. എന്തുകൊണ്ടാണ് ഈ BN ശ്രീകൃഷ്ണ കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസ് ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്യാൻ ഫെയിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഒരു സർവേലൻസ് സ്റ്റേറ്റ് ആവാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റും നമ്മുടെ ഡേറ്റ കൺട്രോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ത്രൂ സ്റ്റേറ്റ് ഏജൻസി. സോ അതുകൊണ്ടാണ് പല റെക്കമെൻഡേഷനും ഗവൺമെൻറ് സ്വീകരിക്കാത്തത്. സോ ഈ ഒരു ശ്രീകൃഷ്ണ കമ്മിറ്റിയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുസ്വാമി കേസ് പ്രകാരമാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. സോ ആ ഒരു റൈറ്റ് ടു പ്രൈവസിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഡേറ്റ പ്രൊട്ടക്ഷനും ഡേറ്റ പ്രൈവസിക്കും ഒരു നല്ല ബാലൻസിങ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. ഇതിനു വേണ്ടി ഒരുപാട് റെക്കമെൻഡേഷൻ ഈ കമ്മിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 ടേംസ് യൂസ് ചെയ്യും. യൂസറിനെ ഡേറ്റ പ്രിൻസിപ്പിൾസ് എന്നും ഈ സർവീസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അത് ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഏജൻസി ആണെങ്കിലും അതിനെ ഡേറ്റ ഫിഡ്യൂഷ്യറീസ് എന്നാണ് വിളിക്കുന്നത്. സോ ഈ ഒരു ഡേറ്റ ഫിഡ്യൂഷ്യറീസിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഈ കമ്മിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു കൺസെൻറ്റ്. അതായത് നമ്മുടെ ഡേറ്റ എടുക്കുമ്പോൾ നമ്മളോട് മുൻകൂട്ടി അല്ലെങ്കിൽ അത് നമ്മളോട് മുൻകൂട്ടി ചോദിച്ചിട്ട് വേണം നമ്മുടെ ഡേറ്റ എടുക്കാൻ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ബി ഫോർഗട്ടൺ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ അവരെ എടുത്തിട്ടുണ്ട് അല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഫേസ്ബുക്ക് വേണ്ട, നമ്മൾ ആ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യാണ്, നമ്മളിനി യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡേറ്റാസ് മുമ്പ് അവർ സർവീസ് തന്ന സമയത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. അത് നമ്മൾ എപ്പോൾ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ അവരുടെ സർവീസ് ക്വിറ്റ് ചെയ്യുന്നു ആ സമയത്ത് ആ ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. അത് യൂസറിൻ്റെ ഡിമാൻഡ്, യൂസർ എപ്പം ഡിമാൻഡ് ചെയ്യുന്നോ അപ്പം ഡിലീറ്റ് ചെയ്യണം. അതാണ് റൈറ്റ് ടു ബി ഫോർഗട്ടൺ. ഈ ഒരു കമ്മിറ്റിയുടെ പ്രൊപ്പോസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഷണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതാണ് ഇനി ആവശ്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ലോക്കലൈസേഷനാണ്. എന്താണ് ഈ ഡേറ്റ ലോക്കലൈസേഷൻ? നമുക്കറിയാം നമ്മുടെ യൂസറിൻ്റെ ഡേറ്റ ഹോൾഡ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും സെർവറിലാണ്. ഈ സെർവർ മിക്ക പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെ സെർവർ ഇന്ത്യക്ക് പുറത്താണ്, അതായത് ഫോറിൻ കൺട്രീസിലാണ്. അപ്പം ഗവൺമെൻറ്റും പ്രൈവറ്റ് ഓർഗനൈസേഷനും
ഡേറ്റ ലോക്കലൈസേഷൻ്റെ പേരിൽ തന്നെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ പറയുന്നത് ഞങ്ങൾ സർവീസ് കൊടുക്കുന്ന എല്ലാ രാജ്യത്തും ഞങ്ങളിങ്ങനെ ഡേറ്റാ സെൻറ്റേഴ്സ് തുടങ്ങുവാണെങ്കിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. സോ അവർ എക്കണോമിക് ഗെയിനിന് വേണ്ടിയാണ് ഇങ്ങനെ ഡേറ്റ ലോക്കലൈസേഷൻ ചെയ്യാത്തത്. ഇപ്പോൾ പാർലമെൻറ്റിൽ സ്റ്റക്കായിട്ടുള്ള ബില്ല് നോക്കുവാണെങ്കിൽ സെൻസിറ്റീവ് ഡേറ്റ മാത്രമേ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡേറ്റയുടെ പ്രൈവസിയെ പറ്റി മാത്രമേ ആ ബില്ല് പറയുന്നുള്ളൂ. എല്ലാ പേഴ്സണൽ ഡേറ്റയും അതിൽ ഉൾപ്പെടുന്നില്ല. സോ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റും പ്രൈവറ്റ് കോർപ്പറേഷനും തമ്മിൽ ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സും ഫൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ കോംപ്രമൈസ് ആവുന്നത് നമ്മുടെ പ്രൈവസിയാണ്. സോ ഈ ഒരു പ്രശ്നത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മാത്രം ഒറ്റയ്ക്ക് ചേർന്ന് ഒന്നും സെക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. സോ ഡേറ്റ ലോക്കലൈസേഷൻ കൊണ്ട് ഇത് പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ ആവില്ല. സോ ഇന്ത്യ പഠിക്കേണ്ടത് യൂറോപ്യനിലെ ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ ആണ്. അതിൽ നിന്ന് ലെസൺസ് എടുത്തിട്ട് അതിലൂടെ പരിഹരിക്കാൻ നോക്കണം. ഡേറ്റ ലോക്കലൈസേഷൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ അല്ല റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. സോ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ലെസൺസ് ബോറോ ചെയ്യുക, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഒപ്പം തന്നെ ശ്രീകൃഷ്ണ കമ്മിറ്റിയിൽ പറഞ്ഞേക്കുന്ന റെക്കമെൻഡേഷനും ഇൻക്ലൂഡ് ചെയ്ത് ഉടനെ തന്നെ ഒരു നാഷണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റിയും ആ ബില്ലും പാസ്സാക്കുകയാണ് ഇതിനൊരു പരിഹാരം. That's it. Waiting for your valuable suggestions. Thank you for watching.